ഹായ്, ഞാൻ അനുദീപ്. ആസ് ആൻ എഡ്യൂക്കേറ്റർ ഞാൻ അടുത്ത കാലത്ത് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻക്വയറീസിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വലിയൊരു ക്രൗഡ് കേരളത്തിലുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യം, 2026 PSC എക്സാംസിന് വേണ്ടിയിട്ട് കുറേ കൂടെ സീരിയസ് ആയി തയ്യാറെടുക്കണോ എന്നുള്ളതാണ്. ബിക്കോസ് ഒരു പ്ലാൻ ബി എപ്പോഴും നല്ലതാണല്ലോ. UPSC എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. വിജയ സാധ്യത PSCയേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ 2026 PSC പരീക്ഷകൾക്ക് വേണ്ടി ഒരു പ്രയോറിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് ഒരു ജോലി സെറ്റ് ആക്കിയതിനു ശേഷം UPSC പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എൻക്വയറീസും വരുന്നുണ്ട്. സോ ഈ വീഡിയോ അത്തരത്തിൽ ശങ്കിച്ച് സംശയിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഈ ചോദ്യത്തിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 കേരള PSCയിൽ ഡിഗ്രി ലെവൽ ഒരു മാസ് റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. അടിപൊളി പോസ്റ്റുകളായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID എക്സാംസ് ഒക്കെ വരാൻ പോകുന്നു. 10th + 2 ലെവലിലും ധാരാളം പരീക്ഷകൾ വരാൻ പോകുന്നു. സോ ഈ ഒരു സിറ്റുവേഷൻ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. PSCയിൽ ഒരു ജോബ് സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ UPSC പ്രിപ്പറേഷൻ കുറെ കൂടെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാലോ. കാര്യം ഒരു സർക്കാർ ഉദ്യോഗം നമ്മുടെ കയ്യിൽ ഉണ്ട് PSCയിൽ. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഒന്ന് കേൾക്കുക. അതിനു മുമ്പായി ഇപ്പൊ നിങ്ങൾ PSCക്കോ UPSCക്കോ എന്തിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആവാൻ ശ്രമിക്കുക. ഡെയിലി രാവിലെ അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ സിവിൽ സർവീസ് പരീക്ഷയിലെ ചോദ്യങ്ങളും കേരള PSCയിലെ ചോദ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ PSC എക്സാംസിലെ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. UPSC + PSC രണ്ട് എക്സാംസിന് ഒരുമിച്ച് തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണത്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക കേട്ടോ. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, PSC പഠിക്കണോ UPSC പഠിക്കണോ? അത് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഷുഡ് ബി എ പേഴ്സണൽ ഡിസിഷൻ. നിങ്ങളുടെ വ്യക്തിപരമായ ഡിസിഷൻ ആയിരിക്കണം. പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്റെ കുറച്ച് സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾസ് വെച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം അവർ ഈ പറഞ്ഞതുപോലെ വളരെ നന്നായിട്ട് എഴുതി ടോപ്പ് റാങ്കിലേക്ക് എത്തി, ജോബ് സേഫ് ആക്കി. അവർ പലരും ഇപ്പോൾ LW, അതായത് ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് 5 വർഷം വരെ കേരളത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് നമുക്ക് ലീവ് എടുക്കാം. ലീവ് എടുത്തിട്ട് നമുക്ക് മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റും. അത്തരത്തിൽ തയ്യാറെടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ LST സെക്രട്ടറി പരീക്ഷയാണ് മറ്റൊരു എക്സാമ്പിൾ. കേരള PSCയിൽ ഒരു ഗസറ്റഡ് ജോലി അവർ സേഫ് ആൻഡ് സെക്യൂർ ആയി കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് കുറച്ചു കാലം ലീവ് എടുത്ത് അവർ UPSC പ്രിപ്പറേഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഇതൊക്കെ നിയമപരമായും ധാർമ്മികമായിട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം മികച്ച സർവീസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ നമുക്ക് ജനങ്ങളെ സേവിക്കാനും സാധിക്കും എന്നുള്ളത് അവർക്കറിയാം. സോ ഇതിപ്പോ ഒരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറച്ച് എക്സ്ട്രാ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ, സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ, UPSC സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ ഒരു പ്ലാൻ ബി ആയി PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ടോപ്പ് റാങ്കിലേക്ക് എത്തുകയും അവരുടെ ആ യാത്ര കൂടുതൽ ഇൻഷുറൻസ് എടുക്കുന്നല്ലോ കൂടുതൽ സേഫ് ആക്കുകയും ചെയ്യുകയാണ്. ഇത് കേട്ട് PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പിള്ളേരെ ബേജാറാവേണ്ട. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിനകത്തുള്ള കറക്റ്റ് ഐഡിയ കിട്ടും. സോ രണ്ട് കൂട്ടർ ഒരു കാര്യം മനസ്സിലാക്കുക, ഓവർലാപ്പിംഗ് ആണ് സിലബസ്. പ്രത്യേകിച്ചും സിവിൽ സർവീസ് പ്രിലിംസിന്റെ സിലബസും കേരള PSCയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസും വളരെയധികം ഓവർലാപ്പിംഗ്. ഒബ്ജക്റ്റീവ് പരീക്ഷകളാണല്ലോ. UPSCയിൽ നിങ്ങൾ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ അല്ലെ. ഇപ്പൊ രമേശ് സിംഗ് എക്കണോമിക്സിനുണ്ട്, അല്ലെങ്കിൽ ശങ്കർ ഗണേഷ് എക്കണോമിക്സിനുണ്ട്, ശങ്കേഴ്സ് IASന്റെ പുസ്തകം എൻവയോൺമെന്റിനുണ്ട്, ലക്ഷ്മികാന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, ബിപിൻ ചന്ദ്ര ഹിസ്റ്ററി. ഈ ടെക്സ്റ്റുകളിൽ നിന്നാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇപ്പോൾ PSCയിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഇതിന്റെ മറ്റൊരു ഫൺ ഫാക്ട് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കേരള PSCക്ക് നന്നായിട്ട് തയ്യാറെടുത്ത് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുത്തിട്ട് ഈ ബിരുദന്മാര് സ്കോളർഷിപ്പ് ടെസ്റ്റ് ട്രിവാൻഡ്രത്തിലും ഡൽഹിയിലും ഒക്കെ സിവിൽ സർവീസ് അക്കാഡമീസിലെ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതും. ഈ നോളജ് വെച്ച് അവർക്ക് നല്ല രീതിയിൽ അവിടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സിവിൽ സർവീസ് അക്കാഡമീസിൽ ഒരു ഫ്രീ ആയിട്ട് സീറ്റ് ഒപ്പിക്കും. കഷ്ടപ്പെട്ട് പഠിച്ച ഇതുപോലെ പല ഗുണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോ കോസ്റ്റിലാണ് അവർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നടത്തുന്നത് തന്നെ. കാര്യം ഡിഗ്രി ലെവൽ കേരള PSC എക്സാംസ് വെച്ചാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള പരീക്ഷകളായി മാറിക്കഴിഞ്ഞാൽ അതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു സിവിൽ സർവീസ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ ക്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. സോ ഇങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ച് ഉണ്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ഒരു PSCക്ക് വേണ്ടി കട്ടയ്ക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണല്ലോ, PSC മാത്രം സ്വന്തമായി കട്ടയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി, അവരടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. നിങ്ങൾ അവരെ പോലെ സീരിയസ് ആയി PSC എക്സാംസിന് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവരെക്കാൾ മുന്നിലേക്ക് എത്താൻ സാധിക്കൂ. ഇത് ഞാൻ പറയുന്നത് PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് കൂടെയാണ്.
എത്ര UPSC ആസ്പിറൻസ് ഒന്നുകൊണ്ട് ഒരു കാര്യമില്ല. കട്ടയ്ക്ക് പഠിക്കുന്നു, കട്ടയ്ക്ക് എത്രത്തോളം കഷ്ടപ്പെട്ട ആൾക്കാർ പഠിക്കുന്നു അവരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക. അല്ലാതെ UPSC പഠിച്ചെന്ന് പറഞ്ഞിട്ട് ആരും റാങ്ക് ലിസ്റ്റിലേക്ക് കേരള PSC എത്താൻ പോകുന്നില്ല. കാര്യം UPSC ഇല്ലാത്ത കുറെ ടോപ്പിക്സ് കേരള PSC ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, IT സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇതൊന്നും ചുമ്മാ പോയി അങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ട് കുത്തിരുന്ന് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ PSC സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഇവിടെ എഡ്ജ് ഉള്ളത്. കറണ്ട് അഫയേഴ്സിന്റെ പാറ്റേൺ പോലും കേരള PSC കുറച്ച് ഡിഫറെന്റ് ആണ് when we compare it with UPSC exams. കേരള PSC കുറച്ചും കൂടെ ഫാക്ച്വൽ ആണ്. UPSC എന്ന് പറയുമ്പോൾ കുറച്ച് അനലിറ്റിക്കൽ ആണല്ലോ. പക്ഷേ എലിമിനേഷൻ ടെക്നിക്സ്, അതായത് സിവിൽ സർവീസസ് പരീക്ഷയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-25 വർഷമായി കാണുന്ന എലിമിനേഷൻ ടെക്നിക്സ് ഇപ്പോൾ കേരള PSCയിലും നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇതാണ് എപ്പോഴും ഒരു പ്ലാൻ ബി കയ്യിലുള്ളത് നല്ലത് തന്നെയാണ്. 2026 ഇപ്പൊ വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു അവസരം ഇനി എന്നാണ് കേരള PSC ഉണ്ടാകുന്നത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. ഇലക്ഷൻസ് വരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 2000, 3000, 4000 ആൾക്കാരൊക്കെ ഒരുപക്ഷെ അബ്സോർബ് ചെയ്യുന്ന ഡിഗ്രി ലെവൽ കേരള PSC എക്സാം ആണ്. ഇതാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ LSD സെക്രട്ടറി എക്സാം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ മിസ്സാക്കിയിട്ടുണ്ടാവാം. സാരമില്ല, 2026 നിങ്ങൾക്ക് വേണ്ടി ധാരാളം അവസരങ്ങൾ വരാൻ പോവുകയാണ്. ഈ ഒരു യാത്രയിൽ വളരെ സ്ട്രക്ചേർഡ് ആയി കേരള PSC എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മുതലായ ഡിഗ്രി ലെവൽ എക്സാംസിനൊപ്പം 10th, +2 ലെവൽ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വളരെ മികച്ച ക്ലാസുകൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഡെമോ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാര്യം ഞങ്ങളുടെ കണ്ടന്റിൽ ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണ്. സോ ഈ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ആരാണോ കേരള PSC എക്സാംസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്നത്, അയാൾ UPSC ആസ്പിറന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSCക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന ആസ്പിറന്റ് ആയിക്കോട്ടെ, SSC ആസ്പിറന്റ് ആയിക്കോട്ടെ, അതിലൊന്നൊരു കാര്യമില്ല. ആരാണോ ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്നത് അയാൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരും. സോ നിങ്ങളുടെ ഡിസിഷൻ എന്താണെങ്കിലും അത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. തൽക്കാലം 2026 UPSC ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് PSC എക്സാംസിന് വേണ്ടി കൂടുതൽ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കാം എന്നാണോ നിങ്ങളുടെ ഡിസിഷൻ? അതോ UPSC മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാം എന്നാണോ നിങ്ങളുടെ ഡിസിഷൻ? അതല്ല മറ്റെന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. പുഷ് ദ കോമ്പറ്റീഷൻ.